രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ചർച്ചാ വിഷയമാക്കുന്ന വലിയ രാഷ്ട്രീയ വിവാദമാണ് ദേശീയ തലത്തിൽ ഉയർന്നിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗൈനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവരാനുള്ള നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ പക്ഷാപാതവും അധികാര ദുരുപയോഗവും ഉണ്ടായെന്ന ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചുറ്റിപ്പറ്റി വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗൈനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് സമർപ്പിക്കാൻ നീക്കം ആരംഭിച്ചു. പ്രതിപക്ഷം പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ അലയൻസിലെ നിരവധി നേതാക്കളാണ് ഈ നീക്കത്തിന് പിന്നിൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ പക്ഷാപാതവും അധികാര ദുരുപയോഗവും ഉണ്ടായെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ നോട്ടീസിന് ഏകദേശം 100-ലധികം എംപിമാരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാർലമെന്റിന്റെ 2 സഭകളിലും ഈ നോട്ടീസ് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. പ്രധാനമായും ചില സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളിൽ ഉണ്ടായതായി പറയുന്ന അനിയമതത്വങ്ങളാണ് ഈ വിവാദത്തിന് പ്രധാന കാരണം. വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിൽ ആളുകളെ ഒഴിവാക്കിയെന്ന് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ്. അതേസമയം ഈ നീക്കത്തെ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി വിമർശിച്ചു. പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ വിഷയത്തെ ഉയർത്തിക്കാണിക്കുന്നതെന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. ഭരണഘടനാപരമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പദവിയിൽ നിന്ന് നീക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിയെ നീക്കുന്നതിനോട് സമാനമായ പ്രക്രിയയിലൂടെയാണ് നടക്കുക. പാർലമെന്റിലെ 2 സഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസായാൽ മാത്രമേ അത്തരമൊരു തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഈ നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതുറക്കുകയാണ്.